നമുക്കൊന്ന് ഊട്ടി വരെ പോയി വന്നാലോ? ഊട്ടി പോണോ? പോയിട്ട് വരാം. നിങ്ങൾ എല്ലാവരും ഊട്ടി പോയിട്ടുള്ളവരായിരിക്കും. മസിനഗുഡി വഴി പോയിട്ടുള്ളവരാവും അധികവും. നമ്മളിന്ന് എങ്ങനെയാ പോകുന്നത്? മേട്ടുപ്പാളയം വഴി ഊട്ടിയിലേക്ക്. അതെ, മേട്ടുപ്പാളയം വഴി ടോയ് ട്രെയിനിൽ. ഞങ്ങൾ ഇന്ന് മേട്ടുപ്പാളയം വഴി ഊട്ടിയിലേക്ക് ടോയ് ട്രെയിനിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ കൂടെ പോയി. നമ്മൾ ഈ ട്രെയിൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 3 മാസത്തോളം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഇനി ഈ ട്രെയിനിന്റെ ടിക്കറ്റ് കിട്ടാനുള്ള വേറൊരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്നാണ് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നത് അന്നേ ദിവസം നേരത്തെ ഇവിടെ എത്തുകയാണെങ്കിൽ ഒരു 30ഓളം ആളുകൾക്ക് ജനറൽ ടിക്കറ്റ് നേരിട്ട് നൽകുന്നതാണ്. ഇന്നലെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടതാണ്, പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നൊരു 4 മണിക്ക് മുമ്പേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നലത്തെ ഒരു വീഡിയോ കൂടെ ഞങ്ങൾ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യ ദിവസം 4 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. എല്ലാവരും തങ്ങളുടെ സ്ഥാനങ്ങൾ തലേ ദിവസം തന്നെ ഉറപ്പിച്ച് ഉറക്കമായതാണ്. ഇതിനിടയിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുമോ എന്ന ടെൻഷനോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഈ ക്യൂവിൽ നിന്നത്. കാരണം ആദ്യം എത്തുന്ന 30 പേർക്കാണ് ഇവിടെ നിന്നും ടിക്കറ്റ് ലഭിക്കുക. ഓരോ ദിവസവും കമ്പാർട്ട്മെന്റ് മാറുന്നതിനനുസരിച്ച് സീറ്റുകളുടെ എണ്ണവും മാറിക്കൊണ്ടിരിക്കും. ഇന്ന് ഈ ട്രെയിനിൽ ഘടിപ്പിച്ചിട്ടുള്ളത് 30 പേർക്ക് സഞ്ചരിക്കാവുന്ന ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. അതിൽ തന്നെ 2 സീറ്റുകൾ ഇതിലെ ജോലിക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. നീലഗിരി മലനിരകളിലൂടെ നിർമ്മിച്ചിരിക്കുന്ന തീവണ്ടി പാതയാണിത്. റാക്ക് റെയിൽവേ പാതകൾ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തീവണ്ടി പാതയും ഇതാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ പൈതൃക തീവണ്ടി എന്നും ഇതറിയപ്പെടുന്നുണ്ട്. മണിക്കൂറിൽ ശരാശരി 10 കിലോമീറ്റർ വേഗതയിൽ മാത്രം സഞ്ചരിക്കുന്നതിനാൽ ഇന്ത്യയിലെ ഏറ്റവും വേഗം കുറഞ്ഞ തീവണ്ടിയാണിത്. ആളുകളെ ട്രെയിനിനകത്തേക്ക് കയറ്റുന്നതിന് മുന്നോടിയായി ഈ റെയിൽപാത സംരക്ഷിക്കേണ്ടതും മാലിന്യമുക്തമാക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണെന്നും ആയതിനാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒന്നും തന്നെ യാത്രക്കിടയിൽ പാതയിലേക്ക് വലിച്ചെറിയരുതെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ക്യൂവിൽ 30ാമതായി ഇടം പിടിച്ച ഞങ്ങൾക്ക് പിന്നിലായും ഒട്ടനേകം പേരുണ്ടായിരുന്നു. 7:10 പുറപ്പെടുന്ന ട്രെയിനിലേക്ക് 6:30 ആളുകളെ കയറ്റി തുടങ്ങി. ടിക്കറ്റ് കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങളും കാത്തിരുന്നു. എന്നാൽ ഞങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് മുമ്പിലായി 2 പേർ ബാക്കി നിൽക്കെ സീറ്റുകൾ ഫുൾ ആയതിനാൽ ടിക്കറ്റ് നൽകുന്നത് നിർത്തി. ഒരൽപ്പം വേദനയോട് കൂടി മാത്രമാണ് ഞങ്ങൾക്കൊപ്പം ക്യൂവിൽ നിന്നവർ ഞങ്ങളോട് യാത്ര പറഞ്ഞു പോകുന്നത് നോക്കി നിൽക്കാനായത്. പക്ഷേ ഞങ്ങൾ ഒന്നും തന്നെ വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല. അടുത്ത ദിവസം പുലർച്ചെ 3 മണിയോടുകൂടി തന്നെ സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ ഭാഗ്യമെന്ന് പറയുന്നതാകും ശരി. ഇന്നേ ദിവസം ക്യൂവിൽ ആളുകൾ കുറവാണ്. മാത്രവുമല്ല, ഇന്ന് ഘടിപ്പിച്ചിട്ടുള്ള കമ്പാർട്ട്മെന്റിൽ 48 സീറ്റുകളുമുണ്ട്. പ്രക്രിയകളെല്ലാം തലേ ദിവസത്തെ പോലെ തന്നെ ആയിരുന്നു. 6:30 ആളുകളെ കയറ്റി തുടങ്ങി. സന്തോഷത്തോടെയും അതിലുപരി ആവേശത്തോടെയും ഞങ്ങൾ ട്രെയിനിനകത്തേക്ക് കയറി. എണ്ണപ്രകാരം ആളുകളെ ട്രെയിനിൽ ഇരുത്തിയതിനു ശേഷം നമുക്കൊരു ടോക്കൺ തരികയാണ് ചെയ്തത്. ആ ടോക്കൺ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ കൊടുത്തതിന് ശേഷം അത് ടിക്കറ്റ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ₹175 ഒരാളുടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. നമ്മൾ 2 പേർക്ക് 350 രൂപ മാത്രമാണ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ട്രെയിനിൽ കയറാം. യാത്രയ്ക്ക് മുന്നോടിയായി എഞ്ചിനും മറ്റും തയ്യാറാക്കുന്ന കാഴ്ചകളാണിത്. ഓരോ യാത്രയ്ക്ക് മുന്നോടിയായും ഇവർ ഇതുപോലെ ചെയ്യുന്നുണ്ടായിരിക്കണം. കാരണം ഈ യാത്ര മലകളും കുന്നുകളും കയറിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ മെയിൻ്റനൻസ് നൽകുക എന്നത് അത്യാവശ്യമായ കാര്യമാണ്.
മനോഹരമായ കാഴ്ചകളോടുകൂടിയാണ് യാത്ര ആരംഭിച്ചത്. ഞങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരും ആവേശത്തിലാണ്. 208 വളവുകളും 16 ടണലുകളും 250 പാലങ്ങളും ഈ യാത്രയിൽ നമുക്ക് കാണാനാകും. യാത്ര ആരംഭിച്ച് 5 മിനിറ്റുകൾക്കകം കല്ലാർ എന്നൊരു സ്റ്റേഷനിലെത്തി. വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണിത്. അഞ്ചു മിനിറ്റ് ഇവിടെ നിർത്തിയ ശേഷം യാത്ര തുടർന്നു. ഏറ്റവും അധികം ഇന്ത്യൻ സിനിമകളിൽ ഇടം പിടിച്ചൊരു തീവണ്ടിയാണിത്. പല വിന്റേജ് സിനിമകളിലും നിങ്ങൾ ഇവ കണ്ടുപരിചയിച്ചിട്ടുണ്ടാകും. യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രകൃതിയെ ആസ്വദിച്ച് പ്രകൃതിയോട് ഇഴകിച്ചേർന്ന് നമുക്ക് മുന്നോട്ട് നീങ്ങാനാകും. അധികം വൈകാതെ അഡേലി എന്ന സ്റ്റേഷനിലെത്തി. ഇതൊരു വാട്ടർ സ്റ്റോപ്പാണ്. 1918-50 കാലഘട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ആവി എഞ്ചിനുകളാണ് ഈ ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. നീരാവി ഉൽപ്പാദിപ്പിക്കാൻ കൽക്കരിയാണ് പരമ്പരാഗതമായി ഉപയോഗിക്കുന്നത്. ഒരു തവണ സർവീസ് നടത്താൻ ഏകദേശം 8000 ലിറ്റർ വെള്ളം ആവശ്യമാണ്. റെയിൽപാളത്തിന് നടുവിൽ ഘടിപ്പിച്ചിരിക്കുന്ന സവിശേഷമായ പൽചക്രത്തിൽ കൊളുത്തിപ്പിടിച്ച് മല കയറാൻ കഴിയുന്ന റാക്ക് ആൻഡ് പിനിയൻ സംവിധാനമാണ് മലകയറ്റത്തിന് തീവണ്ടിയെ സഹായിക്കുന്നത്. ആവശ്യമായ വെള്ളം നിറച്ച ശേഷം വീണ്ടും മുന്നോട്ട് നീങ്ങി. മലകയറ്റത്തിലെ മർദ്ദം കാരണം ചെവി ചെറുതായി അടയുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ ഹിൽഗ്രോ എന്ന സ്റ്റേഷനിലെത്തി. ഓരോ സ്റ്റേഷനുകൾ കഴിയുന്തോറും ഈ യാത്രയുടെ ഭംഗി വർദ്ധിച്ചു വരുന്നത് അനുഭവിച്ചറിയുന്നുണ്ടായിരുന്നു. യാത്രക്കിടയിൽ ആദ്യമായ ഒരു കട ലഭിച്ചത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സാമാന്യം നല്ല തിരക്കുമായിരുന്നു. കുറച്ചു ദൂരം മാത്രം മുന്നോട്ട് നീങ്ങിയപ്പോൾ അടുത്ത സ്റ്റേഷനിലെത്തി. റണ്ണിമേട് എന്നാണ് പേര്. കണ്ട 4 സ്റ്റേഷനുകളിലും ഏതിനാണ് ഭംഗി കൂടുതലെന്ന് ഇപ്പോൾ പറയുക ബുദ്ധിമുട്ടായിരിക്കും. ഈ യാത്രാമധ്യയുള്ള അവസാന സ്റ്റോപ്പായ കുന്നൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സ്റ്റേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് മലകയറ്റം കുറവായതിനാൽ ആവി എഞ്ചിനുകൾ മാറ്റി ഡീസൽ എഞ്ചിൻ ഘടിപ്പിക്കും. കുന്നൂരിൽ നിന്നുള്ളവരുടെ യാത്രാ സൗകര്യത്തിനായി ഒരു കമ്പാർട്ട്മെന്റ് അധികമായി ഇവിടെ നിന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഏകദേശം ഊട്ടിയുടെ കാലാവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉച്ച സമയമായതിനാൽ തണുപ്പ് അല്പം കുറവാണ്. ഊട്ടിയിലെ ആർട്ടിഫിഷ്യൽ ലേക്ക് മനോഹരമായി തന്നെ ഈ ട്രെയിനിൽ നിന്നും ആസ്വദിക്കാനാകും.
അങ്ങനെ നമ്മളിപ്പോ ലാസ്റ്റ് സ്റ്റോപ്പായ ഉദകമണ്ഡലത്തിലെത്തി. സമയം പേരെക്കുറെ ഒരു 12 മണിയോളായിട്ടുണ്ട്. ഉദകമണ്ഡലം എന്ന് പറയുന്നത് ഊട്ടിയുടെ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഉപയോഗിച്ച് വരുന്ന പേരാണ്. ആ പേരിൽ തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും അറിയപ്പെടുന്നത്. എന്തായാലും ഞങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ യാത്ര നൽകിയത്. നിങ്ങൾ ഊട്ടിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ട്രെയിനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. അപ്പം ഞങ്ങൾ ഈ യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഊട്ടിയിലെ മറ്റു കാഴ്ചകളൊക്കെ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ. ബൈ.